കഴിഞ്ഞ മാസം പോയ ഊട്ടി സ്ട്രേഞ്ചേഴ്സ് ട്രിപ്പിന്റെ വീഡിയോ കേട്ടോ. ഇത് ഞങ്ങളുടെ കൂടെ നിന്ന് തനിക്കുട്ടിയുണ്ട്. അവൾക്കിന്ന് ലീവാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ബസ് വന്നു. നമ്മൾ കയറിയതും എടക്കരം തന്നെയാണ്. നമ്മളെക്കാൾ മുന്നേ എല്ലാവരും വണ്ടിയിൽ കയറിയോണ്ട് തന്നെ ഞങ്ങൾ ആദ്യം കയറിയതും എല്ലാവരും ഒന്ന് പരിചയപ്പെട്ടു കേട്ടോ. ഈ ട്രിപ്പിൽ പിന്നെ മോസ്റ്റ്ലി എല്ലാവരും ഭയങ്കര സിംഗേഴ്സ് ആയിരുന്നു. എല്ലാവരും പാട്ട് കേൾക്കാൻ നല്ല അടിപൊളിയായിരുന്നു. എല്ലാ ട്രിപ്പിലും ഇങ്ങനെയാണ്. കയറുന്ന സമയത്ത് ആരും സിംഗേഴ്സ് ആയിട്ട് ഉണ്ടാവില്ല. പിന്നെ അങ്ങോട്ട് ആരെങ്കിലും പാടി തുടങ്ങിയാൽ പിന്നെ ഫുള്ള് പാട്ടുകാരായിരിക്കും. എന്തായാലും പാട്ടൊക്കെ സൂപ്പർ ആയിരുന്നു എല്ലാവരുടെ. ഏകദേശം ഒരു 8 മണിയൊക്കെ ആവാനപ്പോഴേക്കും നമ്മളിതേ ഗൂഡല്ലൂർ എത്തി. നമുക്ക് ഇവിടെ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് വരുന്നത് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് നമുക്ക് ബൊഫയാണ്. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ നമ്മുടെ പൈൻ ഫോറസ്റ്റിൽ നിർത്തിയിട്ട് കുറച്ച് നേരം പാട്ടൊക്കെ വെച്ചെടുത്ത് എല്ലാവരും നല്ല എൻജോയ്മെന്റ് ആയിരുന്നു. അതിനിടയ്ക്ക് തനിക്കുട്ടിയും ഫുള്ള് ഡാൻസ് ആയിരുന്നു കേട്ടോ ഒറ്റയ്ക്ക്. അങ്ങനെ കുറച്ച് നേരം ഇവിടെ സ്പെൻഡ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ഷൂട്ടിംഗ് പോയിന്റിലേക്കായിരുന്നു. അത്യാവശ്യം തിരക്ക് നോട്ടിയിട്ടുണ്ട് കേട്ടോ. ഷൂട്ടിംഗ് പോയിന്റിന് ശേഷം പിന്നെ നമ്മൾ പോയത് പൈൻ ഫോറസ്റ്റിലേക്കായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു. പിന്നെ കുറച്ച് നേരം വണ്ടിയിൽ പാട്ടൊക്കെ വെച്ച് എല്ലാവരും വൈബ് ആയതിനു ശേഷം നമ്മൾ നേരെ പോയത് ഇതേ ഫുഡ് കഴിക്കാനായിരുന്നു. ഇവിടത്തെപ്പോഴാണെങ്കിലോ ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ ഫുഡ് കഴിച്ചതിന് ശേഷം നമ്മൾ നേരെ പോയത് ഇതിന്റെ ടീ ഫാക്ടറിയിലേക്കായിരുന്നു. ടീ ഫാക്ടറിയിലാണെങ്കിൽ പോലും ഞാൻ കുറെ മുന്നേ വന്നിട്ട്, പക്ഷെ ഇവിടെ ആണെങ്കിൽ പോലും നല്ല തിരക്കുണ്ടായിരുന്നു. ഒരുപാട് നേരം ഞങ്ങൾ ക്യൂല് നിന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു കണക്കിന് ഞങ്ങൾ ഉള്ളിൽ കയറിയിട്ട് ഇവിടെ കയറി കഴിഞ്ഞപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ കാണാനുണ്ടായിരുന്നു. ചായപ്പൊടി ഉണ്ടാക്കുന്ന മെഷീൻസ്, അതിന്റെ പ്രോസസ്സ്, കാര്യങ്ങൾ എല്ലാം നമുക്ക് ഓരോ സ്റ്റേജ് ആയിട്ട് നമുക്കുള്ളിൽ കാണാൻ പറ്റും കേട്ടോ. അവിടെ നിന്ന് ഏകദേശം ഒരു 2 മണിക്കൂർ കൊണ്ട് ഞങ്ങൾ പോകുന്നു കേട്ടോ. പിന്നെ നമ്മൾ പോയത് നമ്മുടെ ബൊട്ടാണിക്കൽ ഗാർഡനിലേക്കായിരുന്നു. എല്ലാവരും ഉള്ളിലേക്ക് ഞാൻ തന്നെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. ഇവിടെ തന്നെ നമുക്ക് നല്ല ഷോപ്പിംഗ് വരുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നേരെ പോയത് നമ്മുടെ ക്യാമ്പ് ഫയറും ഡിജെക്കും ആയിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചു പിന്നെ നേരെ നാട്ടിലേക്ക് പോന്നു. അപ്പൊ ഇതേപോലെ ഊട്ടിയിലേക്ക് നിങ്ങൾക്കും പോകാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഈ നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്താൽ മതി.